ഹലോ, എൻ്റെ പേര് നന്ദു. ഞാൻ കുറച്ച് PSC ട്രിക്സുമായിട്ട്, അതായത് കുറച്ച് PSC ക്വസ്റ്റ്യൻസുകൾ എളുപ്പ രീതിയിൽ ട്രിക്സ് ഉപയോഗിച്ച് നമ്മുടെ തലച്ചോറിൽ എളുപ്പ രീതിയിൽ ഓർത്തിരിക്കാൻ പാകത്തിനുള്ള കുറച്ച് ട്രിക്കുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മെന്നിച്ചേക്കണേ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്കിന്ന് ആദ്യം പഠിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് മസ്തിഷ്കത്തെക്കുറിച്ചാണ്. അറിയാമല്ലോ, തലയാണല്ലോ എല്ലാം. അപ്പോൾ തലയെക്കുറിച്ച് തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് തുടങ്ങി വെച്ചിട്ട് നമുക്ക് തുടങ്ങി വെക്കാം. അപ്പോൾ മസ്തിഷ്കം, നമുക്ക് അറിയാം, മസ്തിഷ്കത്തിനെ കുറിച്ച് എല്ലാവരും പഠിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ആദ്യമായി സെറിബ്രം. നമുക്കറിയാം, തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബ്രം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഐച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന കാഴ്ച, കേൾവി, സ്പർശം തുടങ്ങിയ കാര്യങ്ങളും നമ്മുടെ ഭാവന, ചിന്ത, ഓർമ്മ തുടങ്ങിയ കാര്യങ്ങളുമെല്ലാം എല്ലാത്തിനെയും സാധ്യമാക്കുന്നത് സെറിബ്രമാണ്. ഇത് നമുക്ക് കൂടുതലൂടെ ഓർത്തു വെക്കാം ചെറുതായിട്ട്. അതായത് ഭാവന, ചിന്ത, ഓർമ്മ ഇവയ്ക്ക് സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബ്രം. ഇതിനായിട്ട് നമ്മൾ കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ച് സിനിമാ നടി ഭാവനയെ പറ്റി ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യുന്നത് സെറിബ്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. തുക ഒന്നുകൂടെ പറയാം. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് സിനിമാ നടി ഭാവനയെ പറ്റി ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുമല്ലോ. എപ്പോഴെങ്കിലൊക്കെ ഓർക്കുമായിരുന്നല്ലോ. അത് ആരുടെ സഹായത്തോടു കൂടിയാണ് ചെയ്തിരുന്നത്? സെറിബ്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഓർത്ത് വെക്കുക, നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ഭാവനയെ പറ്റി ചിന്തിക്കുകയും ഓർക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് സെറിബ്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ, സെറിബ്രം. അടുത്തതാണ് സെറിബെല്ലം എന്ന് പറയുന്നത് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ വലിയ ഭാഗമാണ്. സെറിബെല്ലത്തെ പറ്റിയുള്ള പ്രധാന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്, മദ്യം പ്രവർത്തിക്കുന്ന തലയിലെ മസ്തിഷ്കത്തിലെ ഭാഗം ഏതാണെന്ന് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരമാണ് സെറിബെല്ലം. ഓർത്തുവെക്കുക, മദ്യം പ്രവർത്തിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗം എവിടെയാണ് പ്രവർത്തിക്കുന്നത്? അത് സെറിബെല്ലത്തിലാണ്. കൂടാതെ പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്നതും സെറിബെല്ലമാണ്. അപ്പോൾ ഇതിനൊരു ചെറിയ കോഡുകളിലൂടെ പഠിക്കാം. ഓർത്ത് വെക്കുക, മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാട്ട് പാടി നൃത്തം ചെയ്യുന്നു. മദ്യപിച്ച് ബെല്ല 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 ഹേ ഓ അല്ലിപ്പൂവിൻ കല്യാണം, ഈ പാട്ട് പാടി, പഞ്ചാബി ഹൗസിലെ ഈ പാട്ട് പാടി രണ്ടെണ്ണം അടിച്ചിട്ട് ബെല്ല 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 ഹേ പാട്ട് പാടി ആടിയോലഞ്ഞ് നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മദ്യപിച്ച് ബെല്ല ബെല്ല പാട്ട് പാടി നമ്മുടെ തുലനാവസ്ഥ നഷ്ടപ്പെട്ട് പേശികളെല്ലാം പല വഴിക്ക് പോകും. അപ്പോൾ തുലനാവസ്ഥ നഷ്ടപ്പെടുന്നു, ശരീരത്തിൻ്റെ തുലനാവസ്ഥ നഷ്ടപ്പെടുന്നു, പേശി പ്രവർത്തനങ്ങൾ നിയന്ത്രണത്തിലല്ലാതാകുന്നു. മദ്യപിക്കുമ്പോഴാണ് ഇതിനെല്ലാം കാരണം. ബെല്ല ബെല്ല ഹേ, സെറിബെല്ലം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെറിബെല്ലം, ബെല്ല ബെല്ല ഹേ പാട്ട്, തുലനാവസ്ഥ, പേശി പ്രവർത്തനം. ഓക്കെ, അടുത്ത ഒരു ഭാഗമാണ് തലാമസ്. PSC ആയിട്ട് ബന്ധപ്പെട്ട് അറിയാം. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന ഭാഗം ഏതാണെന്നുള്ളതിനുള്ള ആൻസറാണ് തലാമസ്. നമുക്കറിയാം, നമുക്ക് തലയ്ക്കൊരു മാസ് അനുഭവപ്പെടുമ്പോൾ, പനി വരുമ്പോൾ തലക്കൊരു കര അനുഭവപ്പെടാറുണ്ട്, തലക്ക് മാസ്. അപ്പോഴാണ് നമ്മൾ ഗുളിക കഴിക്കുന്നത്. ഓർത്ത് വെക്കുക, തലക്കൊരു മാസ് അനുഭവപ്പെടുമ്പോഴാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത്. അപ്പോൾ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന ഭാഗമാണ് തലാമസ്. ഓക്കെ, പിന്നീട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡുല്ല ഒബ്ലാങ്കേറ്റ അറിയാം. നമ്മുടെ അനൈച്ഛിക പ്രവർത്തനങ്ങൾ, നമ്മുടെ നിയന്ത്രണത്തിനല്ലാത്ത കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ആണ്. അതായത് ഹൃദയമിടിപ്പ്, ശ്വാസം, രക്തചംക്രമണ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന മെഡുല്ല ഒബ്ലാങ്കേറ്റ. അതറിയാം, മെഡുല്ല ഒബ്ലാങ്കേറ്റ അടികിട്ടിയാൽ മോനെ തീർന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ മെഡുല്ല ഒബ്ലാങ്കേറ്റ നമ്മുടെ അനൈച്ഛികമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഓക്കെ, പിന്നുള്ളത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് നമുക്ക് വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി, ശരീരോഷ്മാവ്, ഈ കാര്യങ്ങളാണ് ഹൈപ്പോതലാമസ്. അതൊന്നും ഓർത്ത് നോക്കുക. ഹൈപ്പോതലാമസിനായിട്ട് വേറെ പ്രത്യേക കോഡുകൾ. ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ വിശപ്പ്. ഇപ്പോഴും വിശക്കും, ദിവസത്തിൽ എല്ലാ ദിവസവും ഉള്ളതാണ്. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി, ശരീരോഷ്മാവ്. വിശപ്പും ദാഹവും ഓർത്തിരിക്കാമല്ലോ.
വിശക്കുമ്പോഴും ദാഹിക്കുമ്പോഴും ഓർത്ത് നോക്കുക, ഇവൻ ആരാ നമുക്കിട്ട് പണിയുന്നത്? ഹൈപ്പോതലാമസ് ഇവിടെ നമുക്കിട്ട് പണിയുമ്പോഴാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. വിശപ്പും ദാഹവും ഓർത്താമ തൽക്കാലം, ബാക്കി ഓർക്കണ്ട വിട്ടേ. പിന്നെ ഓർത്ത് വെക്കുക, മനസ്സിൽ ചിന്തിച്ച് വെക്കുക. വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി, ശരീരോഷ്മാവ്, ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന തലച്ചോറിലെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വിശക്കുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തോന്നുമായിരിക്കാം. അപ്പോൾ അത് ആരാണ് അവിടെ പ്രവർത്തിക്കുന്നത്? ആര് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് തോന്നുന്നത്? ഹൈപ്പോതലാമസ്. ഓക്കെ. പിന്നീട് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. വാസോപ്രസിൻ മൂത്രവിരുദ്ധ ഹോർമോണെന്നും ഓക്സിറ്റോസിൻ ഗർഭാശയം സങ്കോചിക്കാൻ സഹായിക്കുന്ന ഹോർമോണുകളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നീട് കൂടായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്നതാണ് നമുക്ക് കാഴ്ച. നമ്മൾ ഒരാൾ ഒരു കാര്യത്തെപ്പറ്റി വിവരിക്കുമ്പോൾ നമുക്കത് നമ്മുടെ ഉള്ളിൽ സാധ്യമാക്കുന്നത്, ആ രൂപം സാധ്യമാക്കുന്നത് ഏരിയയാണ് വെർണിക്സ് ഏരിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് സണ്ണി ലിയോൺ ഒരു പറ്റി വർണ്ണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആ രൂപം വരുന്നു. വർണ്ണിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഞാൻ വേറൊരു പെൺകുട്ടിയെ വർണ്ണിക്കാൻ പോവുകയാണ്. ഒരു വലിയ ഗ്ലാസ് ഒക്കെ വെച്ച് തട്ടമൊക്കെ ഇട്ട അതിമനോഹരിയായ ഒരു പെൺകുട്ടിയെന്ന് ഞാൻ വർണ്ണിക്കുമ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ രൂപം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാണും. ഞാൻ വർണ്ണിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ രൂപത്തേക്ക് നിങ്ങളെ സഹായിച്ചാണ് വെർണിക്സ് ഏരിയ. ഓക്കെ. വർണ്ണിക്കുമ്പോൾ അത് രൂപം മനസ്സിൽ കണ്ടുവരുന്ന സുഖിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. ആരെങ്കിലും പറ്റി നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ വർണ്ണിക്കുമ്പോൾ ആ കുട്ടിയുടെ രൂപം മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ സഹായിക്കുന്നത് വെർണിക്സ് ഏരിയ. നമ്മളൊരു കാര്യം ഇപ്പോൾ സംസാരിച്ചു, ഇപ്പോൾ വെർണിക്സ് ഏരിയ വെച്ച് ഒരാളെ പറ്റി വർണ്ണിച്ചു. നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യണം? തൊട്ടടുത്ത കൂട്ടുകാരോട് നിങ്ങൾ സംസാരിക്കും. നിങ്ങളുടെ ആരോടാണ് സംസാരിക്കുന്നത്? നിങ്ങളുടെ ബ്രോയോട്. ആര്? ചങ്ക് ബ്രോ. അപ്പോൾ സംസാരത്തിന് സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. ആരോടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്? ബ്രോയോടായിരിക്കും, നമ്മുടെ ചങ്ക് ബ്രോയോട്. സംസാരത്തിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. വെർണിക്സ് ഏരിയ നമ്മൾ കാഴ്ചയാണ്. ഒരാളെ പറ്റി പറയുമ്പോൾ തന്നെ ആ രൂപം തെളിവ് വരുന്നു. വർണ്ണിക്കുമ്പോൾ രൂപം കാണുന്നതാണ് വെർണിക്സ് ഏരിയ. സംസാരത്തിന് സഹായിക്കുന്നതാണ് ബ്രോക്കസ് ഏരിയ. രണ്ടും ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ചെറിയ കോഡുകൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ആദ്യത്തെ വീഡിയോ ആണ്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം. പരിഹരിച്ചുകൊണ്ട് പുതിയ കോഡുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.